ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ്റെ അടുത്ത സെഷനാണ് വരുന്നത്. പാർട്ട് 8 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിൻ അക്കോർഡിംഗ് ടു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആയിരുന്നു. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഒന്നാമത്തെ ടൈപ്പായിട്ട് വരുന്ന ഓട്ടോ സൈക്കിൾ നമ്മൾ കഴിഞ്ഞു. ഇനി നോക്കാൻ പോകുന്നത് ഡീസൽ സൈക്കിളാണ്. ഡീസൽ സൈക്കിളിൻ്റെ വേറൊരു പേരാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ. എന്തുകൊണ്ടാണ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ ഈ സൈക്കിളിനെ കുറിച്ച് ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ, പഴയ കാര്യങ്ങളും കൂടി ഓർത്തെടുക്കുകയാണെങ്കിൽ, നമ്മൾ തെർമോഡൈനാമിക് സൈക്കിൾ എന്നാണ് പറയുക. തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്ന് ഉള്ളിലേക്കും പുറത്തേക്കും ഹീറ്റും വർക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വിളിക്കുന്ന പേര് തെർമോഡൈനാമിക് സൈക്കിൾ. ആ സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ പക്ഷേ എന്ത് ചെയ്യണം, ആ പ്രോസസ്സ് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുമ്പോൾ മാത്രമാണ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. തെർമോഡൈനാമിക് സൈക്കിളിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ അവസ്ഥ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എൻട്രോപ്പി. ഈ 4 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്, അത് ഈ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഓട്ടോ സൈക്കിളിലൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ തെർമോഡൈനാമിക് സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് പ്യുവർ എയർ ആണ്. ആ എയർ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതല്ല. പിന്നെ നമുക്കറിയാനുള്ളത് തെർമോഡൈനാമിക് സൈക്കിൾ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഗ്രാഫുകൾ ഉപയോഗിച്ചിട്ടാണ്. പ്രധാനമായിട്ട് 2 ഗ്രാഫുകൾ ഉണ്ടായിരിക്കും. ഈ ഗ്രാഫുകൾക്ക് സാധാരണയായിട്ട് 2 ആക്സിസ് ആണ് ഉണ്ടായിരിക്കുക. എക്സ് ആക്സിസ് എന്നും വൈ ആക്സിസ് എന്നും പറയും. ഹൊറിസോണ്ടൽ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് എക്സ് ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസ് ആണ്. ഈ 2 ആക്സിസിനും നമ്മൾ ഓരോ പ്രോപ്പർട്ടി വെച്ചിട്ട്, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, എൻട്രോപ്പി, ഇതിലേതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ആക്സിനും കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് തെർമോഡൈനാമിക് സൈക്കിൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഓട്ടോ സൈക്കിളിന്റെ സമയത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ആ സെക്ഷനിൽ പോയിട്ട് ഓട്ടോ സൈക്കിളിന്റെ വീഡിയോ ഒന്നുകൂടി കാണുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ പറയുന്ന ബാക്കി വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. ഡീസൽ സൈക്കിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ. ഓട്ടോ സൈക്കിളിന് വേറൊരു പേര് കൂടിയുണ്ട്, കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നാണ് പറയുക. അതിന് ഞാൻ ആ സമയത്ത് നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കതിൻ്റെ ഡിഫറൻസ് എഴുതുമ്പോൾ, ഓട്ടോ സൈക്കിളിൻ്റെ ഡീസൽ സൈക്കിളിൻ്റെ ഡിഫറൻസ് എഴുതുന്ന സമയത്ത് നമുക്കതെന്ത് ചെയ്യാം, ആ പേര് കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഓട്ടോ സൈക്കിളിൻ്റെ ബ്രാക്കറ്റിൽ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നുകൂടി പേര് എഴുതി വെക്കുക. അപ്പോൾ ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിളാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഡീസൽ സൈക്കിൾ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ എന്ന് പറയുന്ന ഒരാളാണ്. അത് 1897 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. റുഡോൾഫ് ഡീസൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അയാളുടെ പേര് വരുന്നുണ്ട് ഇനിയും. അപ്പോൾ ഡീസൽ സൈക്കിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന, ഡീസൽ സൈക്കിൾ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന എൻജിൻസിനെ വിളിക്കുന്ന പേര് ഡീസൽ എൻജിൻ എന്നാണ്. ആ പേര് നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ അത് എന്ത് തരം ഫ്യൂവലാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കാം. ഡീസൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് ഡീസൽ ഫ്യൂവലാണ്. ഓട്ടോ സൈക്കിൾ ഉപയോഗിച്ചിരുന്നത് പെട്രോൾ എഞ്ചിൻ ആയിരുന്നെങ്കിൽ ഡീസൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനാണ്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഡീസൽ സൈക്കിൾ, ഡീസൽ എഞ്ചിൻ. അതിന് പെട്രോൾ എഞ്ചിൻ ഉപയോഗിക്കുന്നത് ഓട്ടോ സൈക്കിളാണ്. നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാവുന്നതുള്ളൂ. അപ്പോൾ അതൊരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഓട്ടോ സൈക്കിൾ ഉപയോഗിക്കുന്നത് പെട്രോൾ എഞ്ചിൻ, ഡീസൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിൻ. ഇനി ഓട്ടോ സൈക്കിൾ പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഐഡിയൽ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ മീഡിയം എന്ന് പറയുന്നത്, അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത് പ്യുവർ എയർ ആണ്. ആ എയർ എന്ത് ചെയ്യുന്നില്ല, യാതൊരു വിധത്തിലുള്ള കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കുന്നില്ല. ജസ്റ്റ് ഹീറ്റ് ആഡ് ചെയ്യുക, ഹീറ്റ് റിമൂവ് ചെയ്യുക. ഹീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചൂടുള്ള ബോഡി സിലിണ്ടറിലേക്ക് കൊണ്ടുവന്ന് തട്ടിക്കും. അപ്പോൾ ആ ചൂടുള്ള ബോഡിയിൽ നിന്ന് ഹീറ്റ് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും. ഹീറ്റ് റിമൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തണുത്ത ബോഡി കൊണ്ടുവന്ന് സിലിണ്ടറിൽ മുട്ടിക്കും. അപ്പോൾ സിസ്റ്റത്തിനുള്ളിൽ നിന്നും ചൂട് പുറത്തേക്ക് തണുത്ത ബോഡിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹീറ്റ് ആഡിഷനും ഹീറ്റ് റിജക്ഷനും നടത്താൻ പോകുന്നത്. വരുന്ന വഴിക്ക് നോക്കുന്നുണ്ട്. ഡീസൽ സൈക്കിൾ ഓട്ടോ സൈക്കിൾ പോലെ തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് 2 ഗ്രാഫുകൾ ഉപയോഗിച്ചിട്ടാണ്. പ്രഷർ വോളിയം ഗ്രാഫും
ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം, രണ്ട് ഡയഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീസൽ സൈക്കിളിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഡീസൽ സൈക്കിളിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്, അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ സൈക്കിളിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഓട്ടോ സൈക്കിളിന്റെ വേറൊരു പേര് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഡീസൽ സൈക്കിളിന് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പേര് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഹീറ്റ് അഡിഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്, ഹീറ്റ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്, അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പേര് വരുന്നത്. ഇതാണ് ഡീസൽ സൈക്കിളിന്റെ രണ്ട് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഇടത് ഭാഗത്ത് കാണുന്നതാണ് പ്രഷർ വോളിയം ഡയഗ്രാം, വലത് ഭാഗത്ത് കാണുന്നത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ പ്രഷർ വോളിയം ഡയഗ്രത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രഷർ വോളിയം ഡയഗ്രത്തിലേക്കാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. 4 പ്രോസസ്സുകളാണ് ഉള്ളത്. 1 to 2, 1 to 2, 2 to 3, 3 to 4, 4 to 1. 1 to 2 എന്ന് പറഞ്ഞാൽ 1-ൽ നിന്ന് 2-ലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിലിണ്ടറിൻ്റെ ഉള്ളിൽ എയർ ആണുള്ളത്, പ്യുവർ എയർ ആണുള്ളത്. പിസ്റ്റൺ ആ സമയത്ത് നിൽക്കുന്നത് BDCയിലാണ്. പോയിന്റ് 1 എന്ന് പറഞ്ഞാൽ BDC ആണ്, പോയിന്റ് 2 എന്ന് പറഞ്ഞാൽ TDC ആണ്. അങ്ങനെയാണ് പോകുന്നത്. പോയിന്റ് 1 BDC, പോയിന്റ് 2 BDC. അപ്പോൾ പിസ്റ്റൺ BDCയിൽ നിന്നും TDCയിലേക്ക് പോകുന്നു, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ സമയത്ത് വോളിയം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നത് ഇടത് ഭാഗത്തേക്കാണ്. ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാല്യൂ കുറയാണ് ചെയ്യുക, താഴെയുള്ള വാല്യൂ കുറയും. അതുകൊണ്ട് തന്നെ വോളിയം കുറഞ്ഞു വരുന്നു. പ്രഷർ 1-ൽ നിന്ന് 2-ലേക്ക് പോകുമ്പോൾ പ്രഷർ മുകളിലേക്ക് പോകുന്നു, അതിനനുസരിച്ച് കൂടുന്നു അർത്ഥം വരും. അപ്പോൾ വോളിയം കുറയുന്നു, പ്രഷർ കൂടുന്നു. ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, എൻട്രോപ്പിക്ക് മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റന്റ് എൻട്രോപ്പി പ്രോസസ്സാണ്, ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അതുപോലെ ഹീറ്റ് അഡിഷനോ ഹീറ്റ് റിജക്ഷനോ നടക്കാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു, അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്നാണ് വിളിക്കുക. അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അഡിഷനോ റിജക്ഷനോ ഇല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ എൻട്രോപ്പി മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്, പ്യുവർ എയർ, സിലിണ്ടറിലുള്ള എയറിനെ കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രഷർ കൂടി വോളിയം കുറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് ഉള്ളിലേക്ക് കൊടുക്കണം. കാരണം തനിയെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പിസ്റ്റനെ നമ്മൾ ബലം പ്രയോഗിച്ച് മുകളിലേക്ക് നീക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കംപ്രസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വർക്ക് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക, വർക്ക് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിനുള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 1 to 2-നെ കുറിച്ച് പറയാനുള്ളത്. 1 to 2 എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് ഓർ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. അവിടെ എന്താണ് സംഭവിക്കുന്നത്, എയറിനെ നമ്മൾ സിലിണ്ടറിനുള്ളിൽ വെച്ചിട്ട് അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യും. എന്ന് വെച്ചാൽ ഹീറ്റ് അഡിഷനോ ഹീറ്റ് റിജക്ഷനോ ഇല്ലാത്ത രീതിയിൽ കംപ്രസ് ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണ് അഡയബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രോസസ് 2 to 3 ആണ്. 2 to 3 എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. 2-ൽ നിന്ന് 3-ലേക്ക് വരുമ്പോൾ പ്രഷറിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറാണ്. Qin എന്ന് കാണിക്കുന്നുണ്ട്. Qin എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഉള്ളിലേക്ക് വരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് 2 to 3 എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. ആ സമയത്ത് വരുന്ന മറ്റ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് ഹീറ്റ് ആഡ് ചെയ്യുക, 2-ൽ നിൽക്കുമ്പോൾ, അതായത് ഈ പ്രോസസ് സൈക്കിള് പോയിന്റ് 2-ൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഹോട്ട് ബോഡി, ചൂടുള്ള ഒരു വസ്തു കൊണ്ടുവന്ന് സിലിണ്ടറിലേക്ക് മുട്ടിക്കുകയും ആ സമയത്ത് ആ ചൂടുള്ള ബോഡിയിൽ നിന്ന് Qin എന്ന് പറയുന്ന അത്രയും അളവ് ചൂട് സിലിണ്ടറിനുള്ളിലേക്ക് കയറി വരും. ആ സിലിണ്ടറിനുള്ള എയറിനെ ചൂടാക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. 2 മുതൽ 3 വരെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹോട്ട് ബോഡി സിലിണ്ടറിൽ മുട്ടിയിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ പ്യുവർ എയറിനെ ചൂടാക്കി ആ സമയത്ത് വോളിയം കുറേശ്ശെ ഇൻക്രീസ് ആയിട്ടുണ്ട്. കാരണം വോളിയം വലതു ഭാഗത്തേക്കാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ വോളിയം ഇൻക്രീസ് ചെയ്തു. 2 to 3-ൽ ടെമ്പറേച്ചർ ചെറിയ അളവിൽ കൂടുന്നുണ്ട്, എൻട്രോപ്പിയും കൂടുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതൽ പറഞ്ഞാൽ പോയിന്റ് 2-ൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഹോട്ട് ബോഡി ഉപയോഗിച്ച് സിലിണ്ടറിനുള്ള എയറിനെ
ഹീറ്റ് ചെയ്യും. ഒരു ക്യൂ ഇൻ എന്ന് പറയുന്ന അളവിൽ ഒരു ഹീറ്റ് സിലിണ്ടറിനുള്ളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹീറ്റ് അഡിഷൻ ആണ് സംഭവിക്കുന്നത്. ആ സമയത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, എൻട്രോപ്പി കൂടുന്നുണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ഇവിടെ കാണാം പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഹീറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വാക്കിന്റെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടാം? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ എന്നത് നമുക്ക് മനസ്സിലാക്കാം. പ്രോസസ് 3 to 4 ശ്രദ്ധിക്കാം. 3 to 4 എന്നാൽ 3 ഇവിടെ ഇരിക്കുന്നു, 4 ഇവിടെ ഇരിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 3യിൽ നിന്നും 4 വരുമ്പോൾ പ്രഷർ വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട്. വോളിയം വലതുഭാഗത്തേക്കാണല്ലോ വരുന്നത്. ഇവിടുന്ന് വലതുഭാഗത്തേക്ക് വരുന്നതുകൊണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. പ്രഷർ താഴത്തേക്ക് വരുന്നതുകൊണ്ട് കുറഞ്ഞു, വോളിയം വലതുഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് കൂടുന്നു. ഇനി ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ എൻട്രോപ്പിക്ക് മാറ്റമൊന്നും വരുന്നില്ല, ടെമ്പറേച്ചർ കുറേശ്ശെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രഷർ കുറയുകയും വോളിയം കൂടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് എക്സ്പാൻഡ് ചെയ്തു എന്നാണ് അർത്ഥം അല്ലേ. വലുതായി പ്രഷർ കുറയുന്നതിനെ എക്സ്പാൻഷൻ എന്ന് പറയുന്ന നമ്മൾ പറയുക. എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യുകയാണ്? ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് മനസ്സിലാക്കാം. ആ സമയത്ത് ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ കാണിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ അഡയാബാറ്റിക് എന്ന് വിളിക്കാം. അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക്, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ എന്നും വിളിക്കുന്നുണ്ട്. രണ്ട് പേര് വിളിക്കാം. ഒന്ന് അഡയാബാറ്റിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. 3 to 4 എന്ന് പറയുന്നത് ആ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പിസ്റ്റൺ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വർക്ക് പുറത്തേക്ക് ഇടും. നമ്മുടെ പവർ സ്ട്രോക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ട്രോക്കാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. 3 to 4 എന്ന് പറയുന്നത് പവർ സ്ട്രോക്ക് ആണ്. അവിടെ വർക്ക് നമുക്ക് പുറത്തേക്ക് കിട്ടും. ഈ 1 to 2 വർക്ക് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമെങ്കിൽ 3 to 4 വർക്ക് പുറത്തേക്ക് കിട്ടുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പ്രഷർ കുറഞ്ഞു വരുന്നു, വോളിയം കുറഞ്ഞു വരുന്നു, കൂടി വരുന്നു, ടെമ്പറേച്ചർ കുറഞ്ഞു, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. അതാണ് 3 to 4 അഡയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ എന്ന പ്രോസസ്സിൽ നടക്കുന്നത്. വർക്ക് പുറത്തേക്ക് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ഈ സമയത്താണ് നമുക്ക് എഞ്ചിൻ വർക്ക് ചെയ്യാനുള്ള പവർ പുറത്തേക്ക് കിട്ടുന്നത്. ഇനി ഈ സൈക്കിളിലെ അവസാനത്തെ പ്രോസസ്സായിട്ട് വരുന്നത് ഏതാണ്? 4 to 1 ആണ്. 4ൽ നിന്നും 1 വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നോക്കാം. 4ൽ നിന്നും 1 വരുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റും. പ്രഷർ കുറയുന്നതായി നമുക്ക് ഇതിൽ കാണാം. ക്യൂ ഔട്ട് ആണ്. ക്യൂ സിസ്റ്റത്തിൽ നിന്നും ഒരളവ് ക്യൂ അളവ് ഹീറ്റ് പുറത്തേക്ക് പോകുന്നതായി കാണാം. ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും. എൻട്രോപ്പി കുറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്യൂ ഔട്ട് വരുന്നുണ്ട്. ക്യൂ ഔട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സിസ്റ്റത്തിനകത്തുനിന്ന് വെളിയിലേക്ക് പോകുന്നു. സിസ്റ്റം എന്ന് പറയുന്നത് പ്യുവർ എയർ ആണ്. അപ്പോൾ പ്യുവർ എയറിന് ഹീറ്റ് എങ്ങനെയാണ് റിജക്റ്റ് ചെയ്യപ്പെടുന്നത്? നമ്മളൊരു തണുത്ത ബോഡി കൊണ്ടുവന്ന് സിലിണ്ടറിൽ മുട്ടിക്കുമ്പോൾ സിലിണ്ടറിനുള്ളിലുള്ള എയറിൻ്റെ ഹീറ്റ് മൊത്തം ഈ പറയുന്ന കോൾഡ് ബോഡി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നടക്കുന്നത് ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയിട്ടാണ്. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോൺസ്റ്റന്റ് വോളിയം ആയി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിതിനെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ, സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്കാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ എന്നാണ് നമ്മൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര്. ആ സമയത്ത് വോളിയത്തിന് ചേഞ്ച് ഇല്ല, കോൺസ്റ്റന്റ് ആണ്. പ്രഷർ റെഡ്യൂസായി, ടെമ്പറേച്ചർ റെഡ്യൂസായി, എൻട്രോപ്പി റെഡ്യൂസായി. അപ്പോൾ ഇതാണ് നമുക്ക് നോക്കാനുള്ള 4 പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഡീസൽ സൈക്കിളിന്റെ 4 പ്രോസസ്സുകൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ 1 to 2 അഡയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ് സംഭവിക്കുന്നത്. പിസ്റ്റൺ 1ൽ നിന്ന് 2ലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ബി ഡി സിയിൽ നിന്നും ടി ഡി സിയിലേക്ക് പോകുന്നതാണ്. ആ സമയത്ത് സിലിണ്ടറിനുള്ളിൽ കംപ്രഷൻ ആണ് നടക്കുന്നത്. വോളിയം കുറഞ്ഞു വരുന്നു, പ്രഷർ കൂടി വരുന്നു. അങ്ങനെ പിസ്റ്റനെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ എയറിനെ കംപ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് ഉള്ളിലേക്ക് കൊടുക്കണം. നമ്മൾ ജോലി ഉള്ളിലേക്ക് കൊടുക്കണം. സിലിണ്ടറിനുള്ളിലേക്ക് വർക്ക് കൊടുത്താൽ അല്ലെങ്കിൽ പിസ്റ്റനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ വർക്ക് സിലിണ്ടറിലേക്ക് കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ വർക്ക് ഇൻ ആണ് സംഭവിക്കുക. W in എന്ന് പറയാറുണ്ട്. നമുക്ക് അത്ര ഇതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രം. 2 to 3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഒരു ഹോട്ട് ബോഡി കൊണ്ടുവന്നിട്ട് ഹീറ്റ് സിലിണ്ടറിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രഷർ ഒന്നുകൂടി കൂടും. പ്രഷർ അല്ല, വോളിയം ഒന്നുകൂടി കൂടുന്നുണ്ട്. പ്രഷർ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു, വോളിയം കൂടി വരുന്നു. പിന്നെ സംഭവിക്കുക എന്താണ്? 3 to 4 അഡയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്. നമ്മുടെ പവർ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ. അവിടെയാണ് നമുക്ക് പുറത്തേക്ക് പവർ കിട്ടുന്നത്.
ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. നമുക്കിവിടെ കാണാം ഹീറ്റ് പുറത്തേക്ക് പോകുന്നു, ആ സമയത്ത് വോളിയം കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ 4 പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിന്റെ 4 പ്രോസസ്സുകൾ ഇവിടെ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പോയിന്റ്സ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോട്ടാക്കി എഴുതിയെടുക്കുക. 4 പ്രോസസ്സുകളും 1, 2, 3, 4 ഇവിടെ കാണുന്നുണ്ട്. ആ 4 പ്രോസസ്സുകളും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഗ്രാഫ് നോക്കി തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ആ ഗ്രാഫ് നോക്കി സ്വന്തമായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ ആയിരിക്കും ഒന്നുകൂടി നല്ലത്. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അതിനുശേഷം ഈ പറഞ്ഞ പോയിന്റുകളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ വിട്ടുപോയ പോയിന്റുകളോട് എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഓട്ടോ സൈക്കിളിൻ്റെയും ഡീസൽ സൈക്കിളിൻ്റെയും ഡിഫറൻസ് നോക്കാം. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ SI എഞ്ചിനും ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ CI എഞ്ചിനുമാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് SI എഞ്ചിൻ്റെയും CI എഞ്ചിൻ്റെയും ഡിഫറൻസ് തന്നെയാണ് വരിക. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ പോയിന്റ്സ് നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കുക, സെയിം തന്നെയാണ് വരുന്നത്. ഡീസൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിനാണ് ഈ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, ഡീസൽ എഞ്ചിനാണ് ഡീസൽ സൈക്കിൾ എന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നുകൂടി എഴുതിയെടുത്താൽ മതി, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഈ പോയിന്റ്സ് എഴുതിയെടുക്കുക, നിങ്ങൾ പഠിക്കുക. കാരണം ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. SI എഞ്ചിൻ CI എഞ്ചിൻ്റെ കമ്പാരിസൺ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ തന്നെയാണ് ഇവിടെ വീണ്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സൈക്കിൾ കൂടി നോക്കാനുണ്ട്. ഇത് വളരെ വിശദമായി നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. അടുത്ത സൈക്കിളാണ് ഡ്യുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഡ്യുവൽ സൈക്കിൾ വെച്ച് വർക്ക് ചെയ്യുന്ന എഞ്ചിനൊന്നും നമ്മളിപ്പോൾ പഠിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഡ്യുവൽ സൈക്കിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡ്യുവൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിളിൻ്റെയും ഡീസൽ സൈക്കിളിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഡ്യുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഓട്ടോ സൈക്കിളിൽ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഡീസൽ സൈക്കിളിൽ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ആഡ് ചെയ്തിരുന്നത്. ഡ്യുവൽ സൈക്കിൾ എത്തിയപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിലും ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് പ്രഷറിലും ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പ്രോസസ്സുകളിലായിട്ടാണ് ഇവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നത്. നേരത്തെ പഠിച്ചിട്ടുള്ള എല്ലാ സൈക്കിളും 2 സൈക്കിളുകളിലും നമുക്ക് 4 പ്രോസസ്സുകളാണ് ഉണ്ടായിരുന്നത്. 1 to 2, 2 to 3, 3 to 4, 4 to 1. ഇവിടെ പക്ഷേ 5 പ്രോസസ്സുകളുണ്ട്. 1 to 2, 2 to 3, 3 to 4, 4 to 5, 5 to 1. അപ്പോൾ 5 പ്രോസസ്സുകളാണ് ഉള്ളത്. അതാണ് ഡ്യുവൽ സൈക്കിളിനും മറ്റ് സൈക്കിളുമായിട്ടുള്ള വ്യത്യാസം. കാരണം ഇവിടെ 5 പ്രോസസ്സുകളുണ്ട്. അവിടെ മറ്റ് സൈക്കിളുകളിലൊക്കെ ഒരു പ്രോസസ്സിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 2 പ്രോസസ്സിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. 2 to 3ലും ഹീറ്റ് ആഡ് ചെയ്യുന്നു, 3 to 4ലും ഹീറ്റ് ആഡ് ചെയ്യുന്നു. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 to 2 എന്ന് പറഞ്ഞത് കംപ്രഷൻ ആണ്. കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് അഡിയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് സംഭവിക്കുന്നത്. പ്രഷർ കൂടി വരുന്നു, വോളിയം കുറഞ്ഞു വരുന്നു. അതിനുശേഷം കോൺസ്റ്റന്റ് വോളിയത്തിൽ നിൽക്കുന്ന സമയത്ത്, അതായത് പിസ്റ്റൺ TDCയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഹീറ്റ് ആഡ് ചെയ്യും. QS എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. Q ഇൻ എന്നതിലും മതി. അത് 2 to 3ലാണ്. 3 to 4 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷറിൽ നിൽക്കുന്ന സമയത്തുള്ള ഹീറ്റ് അഡീഷൻ ആണ്. പിന്നെ 4 to 5 എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. 5 to 1ൽ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ 2 പ്രോസസ്സുകൾ വെച്ച് ബാക്കിയെല്ലാം സെയിം ആണ്. ആകപ്പാടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡ്യുവൽ സൈക്കിളിൽ 2 സെക്ഷനിലായിട്ടാണ്, അതായത് 2 സെപ്പറേറ്റ് പ്രോസസ്സുകളായിട്ടാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഒരു പ്രോസസ്സ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ രണ്ടാമത്തത് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോ സൈക്കിളായി, ഈ പ്രോസസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് ഡീസൽ സൈക്കിൾ ആവും. അപ്പോൾ രണ്ടുകൂടി ചേരുമ്പോൾ അത് എന്തായി മാറും? ഡ്യുവൽ സൈക്കിൾ എന്ന പേരിൽ വരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് ഇത്രേ അറിയാനുള്ളൂ. ഈ ഓരോ പ്രോസസ്സിലും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വോളിയം കുറഞ്ഞു വരുന്നു, പ്രഷർ കൂടി വരുന്നു, ടെമ്പറേച്ചർ കൂടി, എൻട്രോപ്പി കോൺസ്റ്റന്റ്. ആ രീതിയിൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാഫ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ഈ കാര്യത്തിൽ. ഇതത്ര പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ നോട്ട് എഴുതി തരാത്തത്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എഴുതിയിരിക്കണം. ഇവിടെ വർക്ക് ഇൻപുട്ട് ഇവിടെയാണ് വരിക. കാരണം 1 to 2ൽ പിസ്റ്റൺ കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. കംപ്രസ് ചെയ്യണമെങ്കിൽ വർക്ക് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കണം. 4 to 5ൽ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്, വർക്ക് പുറത്തേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ വർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഞ്ചിൻ്റെ വർക്കായിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3 സൈക്കിളുകൾ വരുന്നത്: ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡ്യുവൽ സൈക്കിൾ. അതോടുകൂടി നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ നിർത്തിയാണ്.